ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിൽ കാലത്തെ രണ്ടായി പകുത്ത് മനുഷ്യരോടൊപ്പമായിരിക്കുവാൻ സ്വയം അപ്പമായി തന്നെ മുറിച്ചു നൽകിയ ഒരു മഹനീയ സുദിനത്തിൻ്റെ ഓർമ്മ പെസഹ, അത് നാം ഇന്ന് ആചരിക്കുകയാണ്. ഹെബ്രായ ഭാഷയിൽ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നതാണ്. കടന്നുപോകലിൻ്റെ പൂർണ്ണ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. തൻ്റെ ജനമായ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഠിനയാതനകൾ അനുഭവിക്കുന്നു. അവരുടെ കണ്ണുനീര് കർത്താവായ ദൈവം കാണുന്നു. അവരെ വിമോചനത്തിൻ്റെ നാടായ തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് തന്നെ ആരാധിക്കുവാനും അവർക്ക് സ്വർഗതുല്യമായ ഒരു ജീവിതം വീണ്ടും നൽകുവാനുമായി കർത്താവ് മോശ വഴി മുൻകൈയെടുക്കുന്നു. ഈജിപ്തിൻ്റെ തലവനായ ഫറവോയോട് പലതവണ പല വിധത്തിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പല വിധത്തിലുള്ള താക്കീതുകളിലൂടെയും മോശ വഴി ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കുലുങ്ങാതെ ഈജിപ്തിൻ്റെ ഫറവോ തൻ്റെ അടിമകളായ ഇസ്രായേൽ ജനത്തെ വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ സംഹാരദൂതൻ്റെ കടന്നുപോകലിന് തയ്യാറെടുക്കുവാനായിട്ട് സ്വജനത്തോട് കർത്താവ് മൂശ വഴി സന്ദേശം നൽകുന്നു. അതനുസരിച്ച് ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകൾ മനസ്സിലാക്കി സംഹാരദൂതൻ ഉപദ്രവിക്കാതെ കടന്നു പോകേണ്ടതിന് കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം തങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടിളപ്പടികളിൽ തളിക്കുന്നു. അത് ഓർമ്മയായിട്ട് അവർ കൊണ്ടാടുകയും തിടുക്കത്തിൽ അവർ അന്നത്തെ അത്താഴം കഴിച്ച് ഈജിപ്ത് വിടുകയും ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ദിവസത്തിൻ്റെ വീണ്ടുമുള്ള അനുസ്മരണമാണ് ഈ പെസഹ. ഇസ്രായേൽക്കാർ കാലം കഴിഞ്ഞിട്ടും അത് ഇന്നും കൊണ്ടാടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവും തൻ്റെ ശിഷ്യന്മാരുമൊത്ത് അവസാന പെസഹ ആചരിക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. തൻ്റെ അവസാന പെസഹ സിഹിയോൻ ശാലയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ് ഒരുക്കുകയാണ്. ഒരുക്കുന്നതിന് മുന്നോടിയായി ക്രിസ്തു ചെയ്ത ഒരു മഹനീയ കർമ്മമുണ്ട്. യേശു താലത്തിൽ വെള്ളമെടുത്ത് ഒരു കച്ച തൻ്റെ അരയിൽ കെട്ടി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനായിട്ട് തുടങ്ങുന്ന ഒരു മഹനീയ എളിമയുടെ മാതൃക. പാദം കഴുകി കഴിഞ്ഞതിന് ശേഷം അവൻ അവർക്ക് വേണ്ടി അത്താഴം നൽകുന്നുണ്ട്. യേശുവിൻ്റെ പെസഹ എന്നത് നമുക്ക് വളരെ ചിന്തിച്ചെടുക്കുവാൻ പറ്റുന്ന 5 കാര്യങ്ങളിലൂടെയുള്ള കടന്നുപോകലാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോകൽ. സ്വയം എളിമപ്പെട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുക എന്നത് ഒന്നാമത്തെ ഒരു കടന്നുപോകലാണ്. രണ്ടാമത്തെ കടന്നുപോകൽ തൻ്റെ അവസാന അത്താഴമാണ് താൻ തൻ്റെ ശിഷ്യരോടൊത്ത് ഭക്ഷിക്കുക. അത് മനസ്സിലാക്കി തന്നെ അവർക്ക് അപ്പവും വീഞ്ഞുമായി തൻ്റെ ശരീര രക്തങ്ങൾ വിഭജിച്ച് പകുത്തു നൽകുന്ന ആ ഒരു മനോവ്യഥ, അത് ക്രിസ്തു അന്നത്തെ അവസാന അത്താഴവേളയിൽ ആ സിഹിയോൻ ശാലയിൽ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ സ്വയം പകുത്തു നൽകിയപ്പോൾ അനുഭവിച്ചറിഞ്ഞു. മൂന്നാമത്തെ ഒരു കടന്നുപോകൽ ക്രിസ്തു അനുഭവിച്ചത് താൻ അധികം താമസിക്കാതെ തന്നെ യഹൂദരാൽ പിടിക്കപ്പെടും, റോമൻ സൈന്യത്താൽ മർദ്ദിക്കപ്പെടും എന്ന് മനസ്സിലാക്കി തൻ്റെ പിതാവിനോട് ഒരു കല്ലേറ് ദൂരം മാറി ഗെത്സമനയിൽ തൻ്റെ ശിഷ്യരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ. മാനുഷികമായിട്ടുള്ള ആ ഒരു വ്യഥയിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ദൈവിക ചിന്ത അവനെ കീഴടക്കിയിട്ട് അവൻ പിതാവിനോട് വീണ്ടും പറയുകയാണെങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. നാലാമത്തെ ഒരു അനുഭവം എന്ന് പറയുക തൻ്റെ പ്രിയപ്പെട്ടവരാൽ, ഉറ്റ സ്നേഹിതരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും തള്ളിപ്പറയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാന്തരം. ഈ 4 അവസ്ഥാന്തരങ്ങളിലൂടെയും ക്രിസ്തു കടന്നു പോകുന്നു. അതാണ് യഥാർത്ഥത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പെസഹ ദിനത്തിൽ ക്രിസ്തു കടന്നുപോയ ഒരു പെസഹ. അതുവഴി ക്രിസ്തു തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പും ക്രിസ്തുവിനോട് പലരും നീ തന്നെയാണോ വരുവാനിരിക്കുന്നവനെന്ന് യോഹന്നാൻ ചോദിക്കുന്നു. തന്നെ മനസ്സിലാക്കിയ പിശാചു ബാധിതര് നീ സത്യമായും ക്രിസ്തുവാണ് എന്ന് വിളിച്ചു പറയുന്നു. ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പലപ്പോഴായിട്ട് ഇങ്ങനെ പറയുമ്പോഴും ക്രിസ്തു അവർക്കെല്ലാം ഒരു താക്കീത് നൽകുന്നുണ്ട്. താൻ സൗഖ്യം നൽകിയവർക്കും തന്നെ മനസ്സിലാക്കിയവർക്കും എല്ലാം ക്രിസ്തു ഒരു താക്കീത് നൽകുന്നുണ്ട്. താൻ മിശിഹായാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തരുത്. എന്നാൽ ഇന്നേ ദിവസം ഗെത്സമനയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തന്നെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് തൻ്റെ ശിഷ്യരിൽ ഒരുവനായ യൂദാസ് കടന്നു വരുമ്പോൾ പട്ടാളക്കാരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറയുന്ന മറുപടി, നസ്രായനായ യേശുവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുക. ഉടൻ യേശു തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്. സ്വയം വെളിപ്പെടുത്തി സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ മുന്നോട്ട് വരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് ഗത്സമനിയിൽ കാണുവാനായിട്ട് സാധിക്കും. തന്നെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയി എങ്കിലും ബാക്കിയുള്ള ശിഷ്യന്മാർ എല്ലാവരും പിന്മാറിയപ്പോഴും പത്രോസ് അവനെ രഹസ്യമായിട്ട് പിന്തുടരുന്നുണ്ടായിരുന്നു. നീയും ആ ഗലീലിയാനെ അറിയുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് 3 തവണ തള്ളി പറയുന്നുണ്ട്, അവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. ആ സിനിമയിൽ ഈ രംഗം വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് ഒന്ന് നോക്കുന്നുണ്ട്. ആ നോക്കിയതിന് ശേഷം കോഴി കൂവുന്ന രംഗം പത്രോസിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനപ്പെടുത്തുന്ന ഒരു അനുഭവം, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ ഒരു രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവ് കടന്നുപോയ ഈ വേദനയുടെ എല്ലാ അനുഭവവും ഈ പെസഹ വ്യാഴത്തിൽ നാം അനുസ്മരിക്കേണ്ടതാണ്. കാരണം പെസഹ കടന്നുപോകലാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഇതുപോലെ പല അനുഭവങ്ങളുടെ ഒരു കടന്നുപോക്കൽ നടക്കുന്നുണ്ട്. ഏറ്റവും സ്നേഹിതരെന്ന് കരുതുന്നവർ ഒറ്റപ്പെടുത്തുമ്പോഴും കൂടെ തന്നെ സംരക്ഷിക്കുവാൻ എന്നും ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നവർ തന്നെ അറിയാത്ത പോലെ നടിക്കുമ്പോഴും, നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ നാളുകളിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ നമ്മുടെ സങ്കടത്തിൻ്റെ നാളുകളിൽ നമ്മുടെ കൂടെ കാണും എന്നുള്ള ആ ഒരു മിഥ്യാധാരണ നമുക്ക് യാഥാർത്ഥ്യബോധം വിളിച്ചു തരുമ്പോഴും നമ്മളെല്ലാവരും ഇതുപോലെ ഒരു കടന്നുപോകലിൽ ഉൾപ്പെടുന്നവരാണ്. ഈ കടന്നുപോകൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. കാരണം തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴും ഒരു ഈസ്റ്റർ അല്ലെങ്കിൽ ഒരു ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമ്മളാക്കി മാറ്റും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വേണം. അതാകണം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പെസഹ. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ തുടക്കം ഇങ്ങനെയാണ്. അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ നമുക്ക് ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. പെസഹ തിരുനാളിൽ ഒരു ബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുമയോടെയാണ് ആ ബലി അർപ്പിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമയുടെ ഒരു ബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് അർപ്പിക്കാം. പല തരത്തിലുള്ള ചിന്താഗതികളും പല തരത്തിലുള്ള തത്വങ്ങളുമെല്ലാം പലപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മളെ ഒരുമിപ്പിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാതൽ കർത്താവ് പകർന്നു തന്ന ഒരുമയുടെ ഒരു ബലിയാണെന്നുള്ള ആ ഒരു അവബോധം നാം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ പരിശ്രമിക്കാം. തീർച്ചയായും പെസഹ എന്നത് മിശിഹായെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയത്തിനുള്ളിലെ കൂടുതൽ അനുഭവങ്ങളുടെ ഒരു കടന്നുപോക്കായിരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ ആ നിമിഷങ്ങളിൽ ചിന്തിച്ച ഒറ്റപ്പെടുത്തലിൻ്റെയും സ്വയം വിഭജിച്ചു നൽകലിൻ്റെയും പാദം കഴുകലിൻ്റെയും പരസ്പരം മനസ്സിലാക്കാതെ പോയ സ്നേഹിതരുടെയും എല്ലാവരുടെയും അവസ്ഥാന്തരങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോയി. എങ്കിലും അവൻ അവരെ ഒന്നും കൈവിട്ടില്ല. നമ്മളുടെ എല്ലാവരുടെയും കൂടെ ക്രിസ്തു നിരന്തരം വസിക്കുന്നുണ്ട്. ഇന്ന് അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയിലും, ഈ നിമിഷം വരെയും അർപ്പിക്കപ്പെട്ട ഓരോ ബലിയിലും ക്രിസ്തു തന്നെയാണ് സ്വയം വിഭജിച്ച് നൽകുന്നതും ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നതും. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മളും ഒരുതരം പെസഹായിലൂടെ കടന്നു പോവുകയാണ്. പെസഹ എന്നത് കടന്നു പോകലാണ്. നാം കടന്നു പോകണം. പ്രിയമുള്ളവരെ, മഹാനായ അക്ബർ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ തന്ത്രശാലിയായിട്ടുള്ള മന്ത്രിയായിരുന്നു ബീർബൽ. ഒരിക്കൽ തൻ്റെ ചുവരിൽ ഒരു വലിയ മഹോന്നതമായ ഒരു വചനം എഴുതണം. അത് എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് നിർദ്ദേശം അക്ബർ ബീർബലിന് നൽകുന്നുണ്ട്. ബീർബൽ, അവിടെ നീ ഒരു വചനം എഴുതണം. ആ വചനം കാണുമ്പോൾ എൻ്റെ സങ്കടത്തിൻ്റെ വേളയിൽ എനിക്ക് സന്തോഷം പകരുന്നതും എൻ്റെ സന്തോഷത്തിൻ്റെ വേളയിൽ അതെന്നെ സങ്കടപ്പെടുത്തുന്നതും ആയിരിക്കണം. അങ്ങനെ ബീർബൽ വളരെ ചിന്തിച്ചതിന് ശേഷം ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു വചനം കുറിച്ചു: ഇതും കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഇതും കടന്നു പോകും എന്നുള്ള ഒരു ചിന്ത നമുക്ക് സന്തോഷത്തിലേക്ക് ഒരുപടി നമുക്ക് കൈപിടിച്ച് ഉയർത്തുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അധികം സന്തോഷത്താൽ അഹങ്കാരത്താൽ നമ്മൾ സ്വയം മറക്കുമ്പോഴും ആ വചനം ഒന്ന് വായിക്കുക. ഇതും കടന്നു പോകും. നമ്മൾ സങ്കടപ്പെടുവാനല്ല, മറിച്ച് യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്ന് നമ്മെ തന്നെ സ്വയം ഒരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിലനിൽക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വചനം.
പ്രിയമുള്ളവരെ, കടന്നു പോകലിൻ്റെ ഒരു കാലഘട്ടമാണ്. നാം എല്ലാവരും കടന്നു പോകലിൻ്റെ ആ ഒരു പ്രക്രിയയിലൂടെയാണ്. സ്വയം നമുക്ക് ചിന്തിക്കാം, നമ്മെ തന്നെ വിലയിരുത്താം. നമുക്ക് ഇനിയും കടന്നു പോകേണ്ട ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായിട്ടുള്ള പാപത്തിൻ്റേതായിട്ടുള്ള മേഖലകളുണ്ട്. നമുക്ക് അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളിവിടാം. നന്മയെ നമുക്ക് ശ്ലാഘിക്കാം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഒരു പെസഹ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.